ഹലോ എവ്രി വൺ. ഇന്ന് ഉച്ചയൂണിന് നമുക്ക് തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്ന വെണ്ടയ്ക്ക കുറച്ച് ഇരിപ്പുണ്ട്, പിന്നെ വഴുതനങ്ങയും ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ വെണ്ടയ്ക്കയും വഴുതനങ്ങയും വെച്ചിട്ട് നമുക്ക് ഒരു വെണ്ടയ്ക്കാപ്പുളിയും വഴുതനങ്ങ ഉപ്പേരിയും ഉണ്ടാക്കാം. അപ്പോൾ കുറച്ച് ഞാൻ ചെറിയ ഉള്ളിയും എടുക്കുന്നുണ്ട്, എന്ന് വെച്ചാൽ വെണ്ടയ്ക്ക കുറച്ചേ ഉള്ളൂ. അപ്പോൾ ചെറിയ ഉള്ളിയും ഇതാ നേരാക്കിയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് ചെറുതാക്കി കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇത് എണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു വെളുത്തുള്ളിയും ഒരു 5 ചെറിയ ഉള്ളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. മറ്റേ അടുപ്പിൽ ഇതാ എണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് ഇപ്പം നമ്മുടെ വെണ്ടയ്ക്ക ഒന്ന് വഴറ്റിയെടുക്കണം. വെണ്ടയ്ക്ക ഒന്ന് വഴന്ന് വരുമ്പോൾ നമ്മൾ ചെറിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇതും അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പിന്നെ രണ്ടും കൂടെ കടന്ന് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നോളും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നന്നായിട്ട് വഴന്ന് കിട്ടുമ്പോൾ കൂട്ടാനിൽ ഇതിടുമ്പോൾ നല്ല ടേസ്റ്റുമായിരിക്കും. ഇപ്പോൾ സൈഡ് ബൈ സൈഡ് ഇതാ നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ടേമറിക് പൗഡർ, ഒരു 1 ടീസ്പൂൺ ചില്ലി പൗഡർ, ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറിക്കിട്ടണം. അപ്പോൾ പൊടികളുടെ പച്ച മണം മാറുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ കൂടെ ഒരു 1/4 കപ്പ് നാളികേരമാണ് ആഡ് ചെയ്യുന്നത്. ഒരു 4 ടേബിൾ സ്പൂൺ ഉണ്ടാവുമായിരിക്കും. അത് നമുക്ക് വെണ്ടയ്ക്കയും ഉള്ളിയുമല്ലേ നമ്മൾ എടുത്തിരിക്കുന്നത്, ആദ്യം കഷ്ണവും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഒരു 4 ടേബിൾ സ്പൂൺ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നന്നായി വഴറ്റി എടുത്തിട്ടുണ്ട്. നമ്മുടെ വഴുതനങ്ങ അതാ കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വഴുതനങ്ങ ഉപ്പേരിക്കും ഇതാ നമുക്ക് ഫ്രൈ ചെയ്ത് തുടങ്ങാം. അപ്പോൾ എണ്ണ ചൂടാക്കി അതിലേക്ക് നമ്മുടെ സവാളയും 2 പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇതാ നമ്മുടെ അരപ്പിന് വേണ്ടിയിട്ട് ആറിയിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ വഴുതനയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളി വഴന്ന് വന്നു. അതിലേക്ക് ഒരു 1 ടീസ്പൂൺ നമ്മുടെ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. എന്നതിന് ശേഷം നമുക്ക് നമ്മുടെ വഴുതനങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. നീളത്തിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. പാകത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് കവർ ചെയ്ത് നമുക്ക് കുക്ക് ചെയ്ത് തുടങ്ങാം. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇളക്കി കൊടുക്കണം, എന്നുവെച്ചാൽ വഴുതനങ്ങ വേഗം ആകുകയും ചെയ്യും. അത് കാരണം ഇപ്പോൾ ഇതാ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത ശേഷം മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ആഡ് ചെയ്യാം, പക്ഷെ ഞാൻ ആഡ് ചെയ്യുന്നില്ല. കവർ ചെയ്തൊന്ന് കുക്ക് ചെയ്തെടുക്കാം. വെണ്ടയ്ക്കാപ്പുളിക്ക് വേണ്ട അരപ്പ് റെഡിയായിട്ടുണ്ട്. അത് ഇപ്പോൾ ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു. പുളി വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇടയ്ക്ക് ഇതാ ഞാൻ വഴുതനങ്ങ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് പാകത്തിന് പുളി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം, പിന്നെ ഉപ്പും ആഡ് ചെയ്യാം. എന്നിട്ട് ഇത് ബോയിൽ ചെയ്ത് തുടങ്ങാം. അപ്പോൾ നമ്മുടെ ഈ നാളികേരത്തിൻ്റെ അരപ്പ് ജസ്റ്റ് ഒന്നിങ്ങനെ പതഞ്ഞ് വരുമ്പോൾ നമുക്ക് നമ്മുടെ വെണ്ടയ്ക്കയും ചെറിയ ഉള്ളിയും വഴറ്റിയത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ബോയിലായിട്ട് വരട്ടെ. ഇതപ്പോൾ കണ്ടില്ലേ, സൈഡിൽ കൂടെ വന്നിട്ടുണ്ട്, ബോയിലായി വരുന്നുണ്ട്. നമുക്കിപ്പോൾ അതാ വെണ്ടയ്ക്കയും ചെറിയ ഉള്ളിയും ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കഷ്ണമൊക്കെ എന്തായാലും വെന്തിട്ടുണ്ട്. സോ ഒരു 4 to 5 മിനിറ്റ്സ് നമുക്കൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. ഇപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു 1 ടേബിൾ സ്പൂൺ നമുക്ക് ശർക്കരപ്പൊടിയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. പുളിയും മധുരവും കൂടി ആകുമ്പോൾ ഒന്ന് ബാലൻസും ആവും, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതാ സീസണിങ് ചെയ്യാം. കടുകും വറ്റൽമുളകും കരിവേപ്പിലയും ഇതാ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നല്ല അടിപൊളി വെണ്ടയ്ക്കയും ചെറിയ ഉള്ളിയും ചേർത്തിട്ടുള്ള പുളിയാണ്. പിന്നെ ഇതാ നമ്മുടെ വഴുതനങ്ങ ഉപ്പേരിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉച്ച ഊണിന് തറവാട്ടിൽ നിന്ന് ചേച്ചി തന്ന വെജിറ്റബിൾ വെച്ചിട്ടുള്ള കറിയാണ് ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. സിമ്പിൾ കറിയും അറ്റ് ദ സെയിം ടൈം വെരി ടേസ്റ്റിയും, പിന്നെ വീട്ടിലുണ്ടായ വെജിറ്റബിളും. അപ്പോൾ പറയുക വേണ്ടല്ലോ, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇതുപോലെ വെണ്ടയ്ക്ക പുളിയും ബ്രിഞ്ചോൾ ഫ്രൈയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടമാവും.